ഹലോ ഗൈസ്, നമ്മുടെ സെക്കൻഡ് ഡേ വന്നിട്ട് കോറൽ ഐലൻഡ് ടൂറാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് ഡേ ആണ്. ഭയങ്കര വെയിലാണ്, അതുകൊണ്ട് കണ്ണു തുറക്കാൻ വയ്യ എനിക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ കോറൽ ഐലൻഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ വെയിറ്റിംഗ് ആണ്. നമ്മുടെ ബോട്ടിന് വരത്തേ ഉള്ളൂ. ഒരു സെറ്റ് കൊണ്ടുപോയി അടുത്ത സെറ്റിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. എൻ്റെ അമ്മ കുറേ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട്. അതെ, അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് പാരാഗ്ലൈഡിങ് പിന്നെന്താ സ്നോർക്കലിംഗ് ഇതൊക്കെ ചെയ്ത് നോക്കണമെന്നുണ്ട്. എൻ്റെ അമ്മ സമ്മതിച്ച. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഞങ്ങളെല്ലാവരും കൂടി ഒരു വാനിലാണ് വന്നത്. അപ്പോൾ ആ വാനിലുള്ള കുറച്ച് പേര് ആദ്യം പോയി. ഇപ്പം ഞങ്ങളാണ് ലാസ്റ്റ് ബാച്ച് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ ആ ഒരു മെയിനായിട്ടുള്ള ഒരു ലീഡർ ഉണ്ട്, ഈ കാണുന്നതാണ് ആ ഒരു ലീഡർ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ. അപ്പോൾ ഞങ്ങളുടെ പേരൊക്കെ വിളിച്ചു. എന്നിട്ട് ഓരോരുത്തരും അവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്നുണ്ട്. അങ്ങനെ അവർ കുറേ ഫോട്ടോ എടുക്കുന്നതൊക്കെ നോക്കി ഞങ്ങൾ കുറേ നേരം വായി നോക്കി നിന്നു. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നത് വേറെ കുറേ പേര് വായി നോക്കി നിന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു, കുറേ വീഡിയോസ് എടുത്തു. എന്നിട്ടും ഇവർ നമ്മളെ അങ്ങോട്ട് വിളിക്കുന്നില്ല, ബോട്ടിലേക്ക് കയറാനായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൂടി അവിടെ ആ വെയിലൊക്കെ കൊണ്ട് നടന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഞങ്ങളോട് വരാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു ബ്രിഡ്ജ് കാണുന്നില്ലേ, ആ ഒരു ബ്രിഡ്ജിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഓരോരോ ഗ്രൂപ്പിനും ഓരോ ഇൻസ്ട്രക്ടറുണ്ട്. അപ്പോൾ ഈ ഇൻസ്ട്രക്ടർ നമ്മുടെ ത്രൂ ഔട്ട് നമ്മുടെ ജേർണിയിൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഒരാൾ പോലും മിസ്സാവാതെ അയാൾ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നതാവട്ടെ തിരിച്ചു വരുന്നതാവട്ടെ അയാൾ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. ഇതാണ് നമ്മൾ കയറാൻ പോകുന്ന ബോട്ട്. इसके बाद जाएंगे सेकंड स्टॉप अंडर सी वॉक नियर बाय आइलैंड. यहाँ से 15 किलोमीटर आगे सेकंड स्टॉप अंडर सी वॉक. ഈ ഓരോ റൈഡ്സും ഇവിടെ ഓരോ ഐലൻഡിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആദ്യത്തെ ഈ നമ്മളിരിക്കുന്ന ഐലൻഡിൽ പാരാസൈലിംഗ് ആണ്, ഈ ബാക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നില്ല, അത് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് വേറൊരു ഐലൻഡിൽ ചെന്നിട്ടാണ്. അവിടെ വന്നിട്ട് നമുക്ക് സീ വാക്ക് ആണുള്ളത്. സീ വാക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് പോകുന്നതാണ് കോറൽ ഐലൻഡ്. കോറൽ ഐലൻഡിൽ വന്നിട്ട് മെയിനായിട്ട് നമുക്ക് ജെറ്റ് സ്കീ, അതുപോലെ ബനാന ബോട്ട് റൈഡിങ് ഇതൊക്കെയാണ് അവിടെ ഉള്ളത്. പാരാസൈലിംഗ് ചെയ്യുന്നതിൻ്റെ ഒരു ഫോട്ടോ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ. ഗൈസ്, പറക്കും തളിക അമ്മയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീഡിയോ ആരും ഇല്ലായിരുന്നു ഗൈസ് എടുത്തു തരാൻ. അപ്പോൾ ഇത് അമ്മയുടെ ജീവിതത്തിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ശരിക്കും ഞാനിങ്ങനെ പാരാസൈലിംഗ് ചെയ്തപ്പോഴുണ്ടല്ലോ നമ്മളൊരു പക്ഷിയാണെന്ന് അറിയാതെ തോന്നിപ്പോവും. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് ഐലൻഡിൽ സീ വോക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ സീ വോക്ക് ചെയ്തപ്പോഴുള്ള എൻ്റെ കോലം. അങ്ങനെ ഞങ്ങൾ പാരാസൈലിംഗ് കഴിഞ്ഞ് ആ ഒരു ഐലൻഡിൽ നിന്ന് ഈ ഒരു ഐലൻഡിലേക്ക് സീ വോക്കിന് വേണ്ടി നമ്മൾ ബോട്ടിൽ വന്നേക്കാണ്. പാരാസൈലിങ്ങിന് അവിടെ നിന്ന് തന്നെ നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സീ വോക്കൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നമ്മളിങ്ങനെ ഇരുന്ന് അമ്മ ഇങ്ങനെ സംസാരിച്ച് ആ ഒരു സന്തോഷം ഞാനും കൂടി ഇതിങ്ങനെ നോക്കി ആസ്വദിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നെക്സ്റ്റ് ഐലൻഡിലേക്ക് പോയി. ബട്ട് ഇത് ഞാൻ അടപടലം മൂഞ്ചിയിരിക്കുന്നതാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. കാരണം ഞാൻ അവിടുന്ന് ബോട്ടിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മോഷൻ സിക്നസ് വന്നു. എന്ന് വെച്ചാൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് വോമിറ്റ് ചെയ്യാനും അതുപോലെ ഭയങ്കരമായിട്ട് ഒരു തലകറക്കം പോലെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും അമ്മയും കുറച്ച് നേരം ഈ തണലിലേക്കൊന്ന് മാറിയിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയർസൊക്കെ ഒത്തിരി ഇട്ടിട്ടുണ്ട്, വന്നിരിക്കാനും സൺബാത്ത് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ എനിക്ക് കുറച്ച് നോക്കി ആയപ്പോഴത്തേക്കും ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങി കുളിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. ഞങ്ങളങ്ങനെ മന്ദം വെള്ളത്തിലിറങ്ങി. നിങ്ങൾ വിചാരിക്കും എനിക്ക് വട്ടാണെന്ന്. ഇതൊക്കെ വെറും പട്ടിഷോയാണ് ഗൈസ്. കാരണം ഇത് ശരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴുണ്ടല്ലോ ഒരു 10-20 വയസ്സ് പുറകോട്ട് പോയതുപോലെ എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ ഞാൻ ഈ കോപ്രായൊക്കെ കാണിക്കുന്ന കണ്ടിട്ട് അമ്മയും പറഞ്ഞു അമ്മയ്ക്കും വെള്ളത്തിലിറങ്ങണമെന്ന്. ശരിക്കും ഒരു കുഞ്ഞിക്കുട്ടി ആദ്യമായിട്ട് വെള്ളത്തിലിറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും അതുപോലെയായിരുന്നു അമ്മ അവിടെ നിന്ന് കാണിക്കുന്നതൊക്കെ കേട്ടോ. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഗൈസ് ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നത്. എൻ്റെ കുട്ടിക്കാലം ഞാൻ ശരിക്കും മിസ് ചെയ്ത് ഇവിടെ വന്നപ്പോൾ. ഇപ്പോൾ ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോൾ ചെയ്യാനല്ലേ. ശരിക്കും നമ്മുടെ ഈ കുടിവെള്ളത്തിൻ്റെ അതുപോലെ കുടിവെള്ളം പോലും ഇത്രയും വൃത്തിയുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇതൊക്കെ പിന്നെ അടുത്തൊക്കെ കാണാൻ പറ്റും കേട്ടോ. കാണിച്ചു തരാം. ഞങ്ങളിന്ന് കുറേ ആക്ടിവിറ്റീസൊക്കെ കയറി, ഇതുവരെ ചെയ്യാത്ത കുറേ ആക്ടിവിറ്റീസിൽ ഞങ്ങൾ കയറി. സോ ശരിക്കും ഭയങ്കര വെയിലാണ്, പക്ഷെ അതൊന്നും അറിയുന്നില്ല. എനിക്ക് ആകെ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ബോട്ടിൽ പോയപ്പോഴത്തേക്കും ആ ഒരു കൈൻഡ് ഓഫ് മോഷൻ സിക്നസ് ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഒരു വോമിറ്റിംഗ് സെൻസേഷൻ ഏറ്റവും ഒരു സിക്നസ് പോലെയൊക്കെ വന്നു. അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല, ഇപ്പോൾ ഓക്കെയാണ്. ചെറുതായിട്ടൊരു തലവേദനയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ ഓക്കെയാണ്. ഇവിടെ വന്ന് വെള്ളത്തിലൊക്കെ കുറച്ച് നീന്താനൊക്കെ ശ്രമിച്ചു. എനിക്ക് നീന്താൻ അറിയില്ല, നീന്താനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നൈസാണ് ഗൈസ്. നിങ്ങൾ ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ ഇവിടെ വരണം. ഇവിടെ വന്ന് ഇതൊക്കെ ഈ ഒരു പ്രായത്തിലെ പ്രായമൊന്നുമില്ല ആക്ച്വലി, എങ്കിലും പ്രായമൊന്നുമില്ല എങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന
ഉണ്ടെങ്കിൽ ഇവിടെ വരിക, എൻജോയ് ചെയ്യുക, മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കിയിട്ട് പോവുക. അപ്പോൾ ഞങ്ങളുടെ ഇൻസ്ട്രക്ടർ തിരിച്ചു പോകാനായിട്ട് വിളിച്ചു. അങ്ങനെ ഞങ്ങൾ ചെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ അവിടെ തന്നെ സ്ഥലമുണ്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ചുമ്മാ നമ്മുടെ ബോട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഒരു ഫോട്ടോ ഒക്കെ എടുക്കും. ഉള്ളിലിരുന്നിട്ട് ഇനി തലവേദന ഒന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബോട്ടിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ വന്നിരുന്നു കേട്ടോ. തലവേദനയെക്കുറിച്ചൊന്നും ആലോചിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഗൈസ്. ഞാൻ ഫുൾ എയറിലായിരുന്നു. നമ്മുടെ റോഡിലുള്ള പോലെ തന്നെ വെള്ളത്തിലും ഇത്രയധികം ഗട്ടറുണ്ടെന്ന് ഞാനെന്നാ കേട്ടോ മനസ്സിലാക്കുന്നത്. എൻ്റെ ക്യാമറയൊക്കെ തെറിച്ച് പോയി ഗൈസ്. അങ്ങനെ അതിസാഹസികമായി ഞങ്ങൾ കരയിലെത്തി. എൻ്റെ അമ്മ വെളിയിൽ എഴുതി നോക്കി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കോറൽ ഐലൻഡ് ടൂറുള്ള ആ ദിവസം തന്നെ നമുക്ക് ലഞ്ച് ഫ്രീ ആണ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ബുഫേ ടൈപ്പ് ആയിരുന്നു. അപ്പോൾ അവിടെ നിന്നിട്ട് ഞാൻ നോൺ വെജ് ആയിരുന്നു ചൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ താഴെ പോയി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ വാൻ ഞങ്ങളെ പിക്കപ്പ് ചെയ്യാനായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഡയറക്റ്റ് ഹോട്ടലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് വൈകിട്ട് നമ്മൾ അൽക്കസാർ ഷോയിൽ പോകുന്ന വിശേഷങ്ങളുമായി നെക്സ്റ്റ് പാർട്ടിൽ കാണാം. ബൈ.